الحمد لله رب العالمين الذي رضينا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ജുമഅയിൽ കൂടി ഒരുമിച്ച് ചേരാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമുക്ക്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ആരാധിക്കുവാനാണ് മനുഷ്യരാശിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ദൗത്യം മനുഷ്യൻ നിർവഹിക്കുമ്പോൾ അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. പ്രതിഫലത്തിന്റെ കാര്യത്തിലും ഒരു നിലക്കുമുള്ള വിവേചനം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയുമില്ല എന്നുള്ളതാണ്. എന്നാൽ ആരാധനകളുടെ രൂപത്തിലും നിബന്ധനകളുടെ കാര്യത്തിലുമൊക്കെ ഇസ്ലാം സ്ത്രീകൾക്ക് വലിയ കാരുണ്യം കാണിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ശാരീരിക സ്ഥിതിയും അവരുടെ വ്യവസ്ഥക്കും അനുസരിച്ചുള്ള ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പള്ളികളിലെ ജമാഅത്ത് നമസ്കാരങ്ങൾ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ഹദീസുകളിലൂടെയും ഒക്കെ ദീനീ വശങ്ങളും ദീനിന്റെ കാര്യങ്ങളും വ്യക്തമായി പഠിപ്പിക്കുകയും അതനുസരിച്ച് ഓരോ നിലയിലും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് നാം. നമ്മുടെ നാടുകളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു കാര്യമാണ് സ്ത്രീകളുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട
ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിനി സ്ത്രീ ജമാഅത്തുകൾ അത് ഇസ്ലാമികമായി ഒരു സ്ത്രീക്ക് അനുവദനീയമാണ് എന്നും അതിനു മേലെ ചില പൗരോഹിത്യങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് എന്നും പറയുകയും അതടിസ്ഥാനത്തിൽ അവരുടെ പിതാവ് അതിനെ തിരുത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ പല നിലക്കുമുള്ള ഭിന്നാഭിപ്രായങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നു. നിഷിദ്ധമാണ് എന്നും ഹറാമാണ് എന്നും ഒരു വിഭാഗം പറയുമ്പോൾ അത് അനുവദനീയമാണ് എന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വിഷയത്തിൽ വിശ്വാസി സമൂഹത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്താൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇലെ 59-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. അല്ലയോ വിശ്വാസികളായ സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ കൈകാര്യകർത്താക്കളായി നിശ്ചയിച്ചിട്ടുള്ള ആളുകളുണ്ട്, നിങ്ങളുടെ അമീർമാരുണ്ട്, നിങ്ങളുടെ നേതാക്കളുണ്ട്. ഓരോ ആളുകളും ഓരോ മേഖലകളിൽ പല നിലക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരാണ്. അങ്ങനെ നിങ്ങൾ നിശ്ചയിച്ച കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്നാൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഭിന്നതയുണ്ടാകുന്നു, ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു, ആ സമയത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂലി, നിങ്ങൾ ആ ഭിന്നാഭിപ്രായമുള്ള വിഷയത്തെ അല്ലാഹുവിങ്കലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും അതിനെ മടക്കണം എന്നാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അങ്ങനെ മടക്കുവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ, നിങ്ങൾ അതിലേക്ക് കാര്യങ്ങളെ മടക്കണം. ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും ഏറ്റവും നല്ല പര്യവസാനമായിട്ടുള്ളതുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു വിഷയത്തിൽ, സ്ത്രീയുടെ ജമാഅത്ത് വിഷയത്തിൽ എന്ത് നിലപാടാണ് വിശുദ്ധ ഖുർആൻ എടുത്തിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഖുർആൻ എന്ത് പറയുന്നു സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട്? സ്ത്രീകൾ ജമാഅത്തുകൾ പള്ളിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് നേരിട്ടുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. എന്നാൽ മുൻ സമുദായത്തിൽ സ്ത്രീകൾ ആരാധനക്കായി പള്ളിയിൽ എത്തുന്നതായ വ്യക്തമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 43-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ മറിയം ഇഖ്നുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ. അല്ലയോ മറിയമേ, നീ നിന്റെ രക്ഷിതാവിനോട് ഭയഭക്തി കാണിക്കുകയും വസ്ജുദി വർകഈ മഅർ റാകിഈൻ, നീ സുജൂദ് ചെയ്യുകയും റുകൂഅ് ചെയ്യുകയും ചെയ്യണം. സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുകയും ചെയ്യണം. അങ്ങനെ സുജൂദ് ചെയ്യുകയും റുകൂഅ് ചെയ്യുകയും ചെയ്യേണ്ടത് റുകൂഅ് ചെയ്യുന്നവരോടൊപ്പമായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ വളരെ വ്യക്തമായ പ്രയോഗം നമുക്ക് കാണാം. അല്ലാഹു തആല പറഞ്ഞത് മഅർ റാകിഈൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം നീ റുകൂഅ് ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റുകൂഅ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാതെ ചെയ്യുന്നവരോടൊപ്പം റുകൂഅ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ റുകൂഅ് ചെയ്യുന്നവരായിട്ട് മറ്റുള്ള ആളുകൾ ഉണ്ടാകും. അവരോടൊപ്പം
ജമാഅത്തായിക്കൊണ്ട് റുക്വയിലും സുജൂദിലും ചെയ്യുക എന്നുള്ളതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരോടൊപ്പം നമസ്കരിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറിയം ബീവിയോട് കൽപ്പിക്കുന്നത്. വീടുകളിൽ ഒതുങ്ങിക്കൂടാനല്ല, മറിച്ച് പള്ളികളിലെ ആരാധന സമൂഹത്തിന്റെ ഭാഗമാണ്. ആ ഭാഗമായി നിൽക്കാനാണ് മറിയം ബീവിയോട് കൽപ്പിക്കുന്നത്. സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് പുത്തനാചാരമല്ല, മറിച്ച് മുൻകഴിഞ്ഞ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളായ ആളുകൾ കാലം മുതലേയുള്ള പതിവാണ് എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് നാം ആലോചിക്കുക. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്ത് പറയുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസികളായ സ്ത്രീകളെ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്നും തടയരുത് എന്നുള്ളതാണ്. ഇമാം ബുഖാരിയും മുസ്ലിം 442 ഹദീസായി, ബുഖാരി 900 നമ്പറുള്ള ഹദീസായി രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് ഈ പറഞ്ഞ ഹദീസ് എന്നുള്ളത്. ഇങ്ങനെ സ്വഹീഹായി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു കർമ്മമാണ് സ്ത്രീകളോട് പള്ളിയിൽ നമസ്കരിക്കുക, ജമാഅത്തുകളിൽ ജുമാകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ സ്ത്രീകൾ രാത്രിയിൽ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളോട് അനുമതി ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകണം. രാത്രികളിൽ പോലും പള്ളിയിലേക്ക് പോകാൻ, പള്ളിയിൽ ചെന്ന് ഇബാദത്ത് എടുക്കുവാൻ, പള്ളിയിൽ ചെന്ന് ജമാഅത്തുകളിൽ പങ്കെടുക്കുവാൻ, രാത്രികളിൽ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചാൽ അതിന് അനുവാദം നൽകണമെന്നുള്ളതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ അദ്ദേഹത്തിന്റെ മകൻ ബിലാലും തമ്മിലുള്ള ഒരു സംഭവം നമുക്ക് കാണാം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉമർ ഈ ഹദീസ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ മകനായ ബിലാൽ പറയുന്നു, വല്ലാഹി ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ തടയുക തന്നെ ചെയ്യും, അല്ലാഹുവാണ് സത്യമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇബ്നു ഉമറിന്റെ മകൻ പറയുകയാണ്. ആ സമയത്ത് ഇബ്നു ഉമറിന്റെ പ്രതികരണത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ ഉദ്ധരിക്കുന്നു, ഫസബ്ബഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ അസ്ബഅ മാ സമിഅതുഹു സബ്ബഹു ഖത്തുൻ. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ എന്നെ അദ്ദേഹം ചീത്ത പറയുകയും എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് തടയരുത് എന്ന് പറഞ്ഞൊരു കാര്യത്തെ നിങ്ങൾ തടയുമെന്ന് പറയുകയാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉമർ തന്റെ മകനെ ശാസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചൊരു കൽപ്പന, അതിന് വിരുദ്ധമായിട്ട് അത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കോപിക്കുന്നു. അവിടുന്ന് വല്ലാത്ത രൂപത്തിൽ തന്റെ മകനെ ചീത്ത പറയുന്നു. എന്നിട്ട് മകനെ തിരുത്തുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന് വിപരീതമായി ചെയ്യരുത് എന്ന് വളരെ കണിശമായ, വളരെ വ്യക്തമായ താക്കീത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകുകയാണ്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പുരുഷന്മാരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിക്കഴിഞ്ഞാൽ അല്പനേരം, അതല്ലെങ്കിൽ സലാം വീട്ടി കഴിഞ്ഞ ഉടനെ പിറകോട്ട് പോകാതെ സഫുകളിൽ തന്നെ ഇരിക്കാൻ കൽപ്പിക്കുമായിരുന്നു. സ്ത്രീകൾ പിറകിലുള്ള കാരണത്താലെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും സഫുകളിൽ ഇരിക്കുക, സലാം വീട്ടി കഴിഞ്ഞാൽ പിറകോട്ട് പോയിരിക്കാതെ സഫുകളിൽ തന്നെയാണ് ദുആ ദിക്റുകൾ ചെയ്യേണ്ടത്. അതിനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വിശദീകരിക്കുകയുണ്ടായി. അവിടെ ഇരുന്നാണ് നമ്മൾ അധികം ദിക്റുകളും സ്വലാത്തുകളും ദുആകളും നിർവഹിക്കേണ്ടത്. നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ്. ഇമാമിനാണ് പിറകോട്ട് മാറിയിരിക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൂട്ടി മനസ്സിലാക്കുക. പിന്നെ സ്ത്രീകളോട് പ്രത്യേകമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ടാകുന്നു. പുരുഷന്മാർ അവരെ സുജൂദിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷമേ നിങ്ങൾ സുജൂദിൽ നിന്നും എഴുന്നേൽക്കാവൂ എന്ന് സ്ത്രീകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ടാകുന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പുരുഷന്മാരുടെ പിറകുഭാഗത്ത് മറ പോലും ഇല്ലാതെയാണ് സ്ത്രീകൾ നമസ്കരിച്ചിരുന്നത് എന്ന് ഈ ഹദീസുകൾ നമ്മെ വ്യക്തമാക്കി തരുന്നു. പുരുഷന്മാരുടെ അന്നത്തെ കാലത്ത് വസ്ത്രങ്ങളൊക്കെ കുറവായ കാരണത്താൽ അല്പം വസ്ത്രങ്ങൾ അവര് വല്ല കണ്ടം വെച്ച തുണികൾ ചേർത്ത് വെച്ച് തുന്നിക്കൂട്ടിയ തുണികൾ അത് വെച്ച് അവർ വസ്ത്രങ്ങൾ ധരിച്ചു. ആ വസ്ത്രങ്ങൾ ചില സമയത്ത് സുജൂദിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ, റുക്വയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ആ വസ്ത്രങ്ങൾ അവരുടെ ലൈംഗിക അവയവങ്ങളോ അതേപോലെ മറക്കേണ്ട ഭാഗങ്ങളോ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ള കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാർ സുജൂദിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷമേ നിങ്ങൾ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുവാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ടാവുകയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്രയോ തെളിവുകൾ പ്രവാചകന്റെ സ്വഹാബികൾ, പ്രവാചകന്റെ സ്വഹാബിമാരുടെ ഭാര്യമാർ, അതേപോലെ പ്രവാചകന്റെ പ്രിയ പത്നിമാർ ഇവരെല്ലാവരും ജമാഅത്തുകളിൽ പങ്കെടുത്ത ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യഷ്ഹദുഹുന്ന മഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ പ്രവാചകന്റെ സ്വഹാബ വനിതകൾ, സ്ത്രീകൾ അവര് സുബ്ഹി ജമാഅത്തിന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇരുട്ട് ആരാണ് എന്ന് പരസ്പരം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്, ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇതിൽ പ്രവാചകന്റെ പ്രിയ പത്നിയാണ് പറയുന്നത്, പ്രവാചകന്റെ സ്വഹാബ വനിതകൾ അവർ സുബ്ഹി നമസ്കാരത്തിൽ പങ്കെടുത്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. അതുപോലെ അവരെ തിരിച്ചറിയുവാൻ, ഇരുട്ട് കാരണത്താൽ അവരെ തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല എന്ന് പ്രവാചകന്റെ പ്രിയ പത്നി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസുകളൊക്കെയും നമ്മളോട് പറയുന്നത് പഠിപ്പിക്കുന്ന പാഠമെന്നുള്ളത് സ്ത്രീകൾക്ക് ഏത് നേരത്തും ഏത് നമസ്കാരത്തിനും പള്ളിയിൽ പങ്കെടുക്കുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയുണ്ട്, അതിലൊരു വിലക്കുമില്ല എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ ഹദീസുകളിൽ നിന്നുമൊക്കെ സ്ത്രീകൾ രാത്രികളിൽ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പുറപ്പെടാം എന്നുള്ളതിനും രാത്രിയേക്കാൾ സുരക്ഷിതമായ പകൽ സമയങ്ങളിൽ അതിലേറെയും ആവാമെന്നും ഇതിൽ നിന്നും തെളിവുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഈ ഹദീസിന്റെ വിശദീകരണമായി കൊണ്ട് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അവിടുത്തെ ഹദീസുകളിൽ നിന്നും നമുക്ക് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു ഉദ്ധരണി കാണാം. ഇന്നി ലഅദ്ഖുലു ഫി സ്വലാത്തി വഅന ഉരീദു ഇതാലതഹ. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും, ഞാൻ ഉദ്ദേശിക്കും, ഞാൻ ആഗ്രഹിക്കും ഇന്ന് നമസ്കാരത്തിൽ ഒരൽപ്പം സുദീർഘമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഒരൽപ്പം അധിക നേരം ഒന്ന് പാരായണം ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും. ആ സമയത്ത് ആ സമയത്ത് ഞാൻ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. കുട്ടികൾ ഒറ്റക്കൊരിക്കലും പള്ളിയിൽ വരില്ലല്ലോ, അവരവരുടെ ഉമ്മമാരോടൊപ്പമാണ് പള്ളിയിൽ വരിക. അങ്ങനെ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ അതിന്റെ ആ കുട്ടിയുടെ ഉമ്മാക്ക് വിഷമമുണ്ടാകരുത് എന്ന് കരുതി ഞാൻ നമസ്കാരത്തെ വേഗത്തിലാക്കി നമസ്കാരം ഒന്ന് ചുരുക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച, അതേപോലെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും.
ഈ തെളിവുകളൊക്കെയും നമ്മോട് പറയുന്നത് പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ പള്ളികളിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരത്തിന് സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഈ തെളിവുകൾ നമുക്ക് പറയുന്നത്. അതുപോലെ സുന്നത്തുകൾ പോലും പള്ളിയിൽ വെച്ച് നമസ്കരിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ഹബ്ലുൻ മംദൂദുൻ ബൈന സറാബൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ച സമയത്ത് രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്നത് കണ്ടു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാ ഹാദൽ ഹബ്ൽ, എന്താണ് ഈ കയറ്, ആരുടേതാണ് ഈ കയറ്? ഹാദാ ഹബ്ലുൻ ലി സൈനബ്, ഇത് സൈനബയുടെ കയറാണ് എന്ന് ആ കൂടെ ഉണ്ടായിരുന്നവർ മറുപടി നൽകുന്നു. ആ സമയത്ത് അവരെ വിശദീകരിച്ചു കൊടുക്കുന്നു. അവർ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ക്ഷീണം തോന്നിയാൽ അതിൽ താങ്ങി അവർ നിൽക്കും, അതിനാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ ഹല്ലുഹു, ആ കയറിനെ നിങ്ങൾ അഴിച്ചേക്കുക, ആ കയറിനെ അഴിച്ചു കളയുക. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ക്ഷീണമുള്ള സമയത്ത് നമസ്കരിക്കരുത്. കാരണം നമസ്കരിക്കുമ്പോൾ അത് ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, ഉത്സാഹമുണ്ടാവുമ്പോഴായിരിക്കണം നമസ്കരിക്കേണ്ടത്. ക്ഷീണിതനായിക്കൊണ്ട് അവശനായ നിലയിൽ ആ നിലയിൽ നമസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. അത് സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇത് നിഷിദ്ധമാണ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ അവര് വാദിക്കുന്ന ഒരു വാദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, എന്നുള്ളത്. അവർക്ക് അവരുടെ വീടുകളാണ് ഉത്തമം എന്ന്. ഈ ഹദീസ് ഉദ്ധരിച്ച മുഴുവൻ ഉദ്ധരണികളിലും അതിന്റെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ പള്ളികളിൽ നിന്ന് തടയരുത് എന്ന ഒരു വചനം കൂടി കാണാം. അതിനുശേഷമാണ് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന വാക്യം നമുക്ക് കാണുന്നത്. ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഹദീസ് പള്ളി വിലക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ പള്ളിയിൽ ജുമാ ജമാഅത്തുകൾക്ക് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹദീസിലെ ആ ലഫ്ള് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നുള്ളതിന് ചില ന്യൂനതകൾ, അതിനെ ഹദീസിന്റെ ആഴത്തിൽ പഠിച്ച മുഹദ്ദിസീങ്ങളായ ആളുകൾ നമുക്ക് ചില ന്യൂനതകൾ അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശരി, സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് പുരുഷന്മാരെ പോലെ നിർബന്ധമില്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സൗകര്യപ്രദം വീടാണ് എന്ന് മാത്രമേ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഉദ്ദേശമുള്ളൂ. അഫ്വൽ, അതായത് ഉത്തമമായതും അനുവദനീയമായതും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരെ സംബന്ധിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച്, പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്നതാണ്. സുന്നത്ത് നമസ്കാരത്തിന് ഏറ്റവും ഉത്തമം വീടുകൾ നിർവഹിക്കുന്നതാണ്. ഫർദ് നമസ്കാരം പള്ളിയിൽ നിർവഹിക്കുന്നതിന് ഉത്തമമുള്ളതുപോലെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത് വീടുകളിലാണ്. അതിന് ഉത്തമമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഉത്തമമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സുന്നത്ത് നമസ്കാരം വീട്ടിലാണ് ഉത്തമമെന്ന് പറയുമ്പോൾ പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുമോ? ഇല്ല, അതിൽ നിന്നും അങ്ങനെയൊന്ന് ലഭിക്കുകയില്ല. അതുപോലെയുള്ളൂ ഇത്. അവർക്ക് വീടാണ് ഉത്തമമെന്ന് പറയുമ്പോൾ അവർക്ക് പള്ളി നിഷിദ്ധമാണ് എന്ന് ഒരിക്കലും ആ വചനത്തിൽ നിന്നും ലഭിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ഇത് പറഞ്ഞു വരുന്ന ആളുകളോട് ഇതിന്റെ ആദ്യ ഭാഗം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ, അല്ലാഹുവിന്റെ ദാസികളെ, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയരുത് എന്നതാണ് എന്ന് അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തുക. ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷം പള്ളിയിൽ പ്രവാചകന്റെ സ്വഹാബി വനിതകൾ പോയിട്ടില്ല, പ്രവാചകന്റെ പത്നിമാരാരും പോയിട്ടില്ല എന്നും ഈ ആളുകൾ ഒരു വാദം പറയാറുണ്ട്. ഹിജാബിന്റെ ആയത്തായിക്കൊണ്ട് ആളുകൾ പറയാറുള്ളത് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ്. ഇത് അവതരിച്ചതിന് ശേഷം സ്ത്രീകൾ പള്ളിയിൽ വന്നത് നിർത്തലാക്കി എന്നുള്ളതാണ് വാദം. എന്നാൽ ഈ ഹിജാബിന്റെ ആയത്ത് അവതരിച്ചത് ഹിജ്റ 3-ലോ 5-ലോ ആണ്. ഇമാം ഇബ്നു ഹജർ
റഹ്മഹുമുള്ള വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവിടത്തെ ജീവിതകാലത്തിന് ശേഷവും നബിയുടെ കാലശേഷവും പള്ളിയിൽ പോയിരുന്നു എന്നും അവരെ ഇഅ്തികാഫിൽ പള്ളിയിൽ ഇരുന്നിരുന്നു എന്നുമൊക്കെ ഇബ്നു ഹജർ റഹ്മഹുമുള്ള വ്യക്തമാക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഒരിക്കലും ആ സമയങ്ങളിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇറങ്ങുകയില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഒരിക്കലും ഒരു വചനം ഇറങ്ങിയില്ലല്ലോ. ഈ ഹിജാബിന്റെ ആയത്ത് എന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ ആയത്ത് ഇറങ്ങിയതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അവിടുന്ന് കുത്തേറ്റ സമയത്ത് ആ സുബ്ഹി നമസ്കാരത്തിൽ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ സമയത്ത് ആ പള്ളിയിൽ അവിടുത്തെ പ്രിയ പത്നി റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആ ചരിത്രം വിശദീകരിക്കുന്നിടത്ത്, ആ ചരിത്രം ഉദ്ധരിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് അവിടുന്ന് പ്രവാചകന്റെ ശേഷവും മുമ്പും ഈത്തികാഫിൽ നിന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഉദ്ധരിച്ച ഹദീസാണ്. കാന യഅ്തഖഫു അശറൽ ലവാഖിർ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹു ثم اعتكف ازواجه من بعده. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എടുക്കുന്നതിന് മുമ്പ് പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ പത്നിമാർ ഇഅ്തികാഫിരുന്നിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു, പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്റെ ഭാര്യമാർ അതിനുശേഷം ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ 100-ലധികം ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാമെന്നും ആ പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഇത്തരം വാദങ്ങൾ ഉയർത്തുന്ന ആളുകൾ അവര് തഖ്ലീദ് ചെയ്യുന്ന, ഞങ്ങൾ ഷാഫി ഇമാമിന്റെ മദ്ഹബിലാണ് എന്ന് പറയുന്ന ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്നും വ്യക്തമാണ് സുഗന്ധം ഉപയോഗിക്കാതെ സ്ത്രീക്ക് പള്ളിയിലേക്ക് വരാം, അത് അനുവദനീയമാണ് എന്ന് അതിൽ നമുക്ക് വ്യക്തമാണ്. അൽ ഉമ്മിൽ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് അനുവദിച്ചുകൊണ്ടുള്ള എത്രയോ ഉദ്ധരണികൾ ഉദ്ധരിച്ചതായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവർക്ക് ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ അനുവദനീയമാണ് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പള്ളിയിലേക്ക് മാത്രം ഹറാമാക്കുകയും എന്നാൽ നേർച്ച വഴിപാടുകളിലേക്കും മഖാമുകളിലേക്കും തങ്ങന്മാരുടെ അടുക്കലേക്കും ബീവിമാരുടെ അടുക്കലേക്കും ഹലാലാക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് പുരോഹിതന്മാരിൽ നിന്ന് നമ്മൾ കാണുന്നത്. യഥാർത്ഥമായ ദീനിന്റെ വശങ്ങൾ അറിഞ്ഞ് പ്രവാചക സുന്നത്തിനെ പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ച ദീനിനെ യഥാവിധം പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബതിഹി അജ്മഈൻ വബഅദ്. ഊസിക്കും വഇയ്യായ സാനിഹി ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകളും അതിൽ മത്സരിക്കുന്ന ആളുകൾ കാണിക്കേണ്ട സൂക്ഷിക്കേണ്ട ഇസ്ലാമികമായ സൂക്ഷ്മതയുടെ പാഠങ്ങളും നമ്മൾ മുമ്പത്തെ ഒരു ഖുതുബയിൽ വിശദീകരിക്കുകയുണ്ടായി. നാളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. ആ സമയങ്ങളിൽ ഒരു വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ആഘോഷങ്ങളിൽ മതിമറക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ വിജയിക്കുമ്പോൾ അതിലൊക്കെയും സന്തോഷിക്കാം.
എന്നാൽ അതിലൊക്കെ നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്ന, മറ്റുള്ള ആളുകളെ ദ്രോഹിക്കുന്ന, മറ്റുള്ള ആളുകളെ ചീത്ത വിളിക്കുന്ന അത്തരത്തിലുള്ള പ്രവണതകൾ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് കൂടുതലായിക്കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, ഇനിയും മത്സരങ്ങൾ ഉണ്ടാകും. ആ സമയങ്ങളിലൊക്കെ കൃത്യമായിട്ട് വളരെ വിശ്വാസികളുടെ നിലപാട്, ഒരു വിശ്വാസിയായിക്കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തെരഞ്ഞെടുപ്പിനും അവസരമില്ലാത്ത പരലോകം നമുക്ക് മുമ്പിൽ വരാനുണ്ട്. ആ പരലോകത്ത് നമുക്ക് വിജയിക്കണം. അവിടെ മറ്റൊരു ചോയ്സ് ഇല്ല, മരണത്തിന് മറ്റൊരു തെരഞ്ഞെടുപ്പില്ല, ഒരു ദിവസത്തേക്ക് ഒരു മാറ്റിവെപ്പില്ല. അത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുകളുമില്ല. അവിടെയുള്ളത് ഒരൊറ്റ തെരഞ്ഞെടുപ്പാണ്. അവിടെ വിജയിക്കുന്ന വിജയികളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഏത് പ്രവർത്തനത്തിലും, രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും, നമ്മൾ പ്രവർത്തിക്കുന്ന കച്ചവടത്തിലായാലും, ഏത് മേഖലയിലായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയും നാളെ പരലോകത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, വിജയികളുടെ കൂട്ടത്തിൽ എന്റെ റബ്ബ് തെരഞ്ഞെടുക്കണം എന്ന ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എല്ലാ പ്രവർത്തികളും ചെയ്യേണ്ടത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവന്റെ അടുക്കൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്കെല്ലാം പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുന്ന റഹ്മാനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ബർസഖിന്റെ ലോകത്ത് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മക്കൾ പലരും ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. നാളെ ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും അപ്രകാരം സന്തോഷമുള്ള, സമാധാനമുള്ള, പ്രകാശപൂരിതമായ ഒരു ലോകമാക്കി നീ മാറ്റി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ റബ്ബേ നീ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ട എത്രയോ ആളുകളുണ്ട്. രോഗങ്ങളായി രോഗം ബാധിച്ച് കിടക്കുന്ന ആളുകൾ, പള്ളിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് രോഗങ്ങൾ തടസ്സം കാരണത്താൽ ജുമായിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ, ജമാഅത്തുകൾ പങ്കെടുക്കുവാൻ കഴിയാത്തവർ, റബ്ബേ അവരുടെ നീയത്തുകൾക്കനുസരിച്ച് റബ്ബേ നീ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അവരുടെ അല്ലാഹുവേ നീ അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് നീ അവരെ മടക്കി കൊണ്ടുവരുന്ന റബ്ബേ. മാറാ രോഗമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ രോഗങ്ങളെ വരെ മാറ്റുവാൻ കഴിവുള്ളവനാണ് റബ്ബേ. നീയാണ് ശമനം നൽകുന്നവൻ. അല്ലാഹുമ്മ അൻത ശാഫി യാ റബ്ബ്, അല്ലാഹുമ്മ അൻത ശാഫി യാ റബ്ബ്. അല്ലാഹുവേ നീ ഞങ്ങളുടെ രോഗികൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കച്ചവടത്തിൽ മാന്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. റബ്ബേ അവർക്ക് സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്തിനെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. കടങ്ങളെ തൊട്ട് നീ ഞങ്ങളെല്ലാം കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. കടങ്ങളെല്ലാം വേഗം വീട്ടാനും ആ കടങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എല്ലാം അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഫലസ്തീനിന്റെ മണ്ണിൽ, സുഡാനിന്റെ മണ്ണിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സമൂഹം റബ്ബേ അവർക്ക് നീ ഈമാനികമായ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഈമാനികമായ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങൾ ഈ ലോകത്ത് നിന്റെ തൃപ്തിക്കനുസരിച്ച് ഉപേക്ഷ വരുത്തുന്ന എത്രയോ കാര്യങ്ങളുണ്ട് റബ്ബേ. അതിന് പകരമായി അതിനേക്കാളും ഉത്തമമായത് ഈ ലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا واجر والدنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير محمد والحمد لله رب العالمين وسلام على المرسلين.